പിന്നീട് ധാരാളം സംവിധാനം ചെയ്യുകയും പല പടങ്ങളും വളരെ ഹിറ്റാവുകയും ചെയ്തു. തമിഴിലേക്ക് തിരിയാനുള്ള ഒരു കാരണം എന്തായിരുന്നു? തമിഴിലേക്ക് തിരിയാനുണ്ട്. ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ കലഞ്ഞർ കരുണാനിധി അവർക്കൊരു കൺസേൺ ഉണ്ട്, പൂമ്പുഹാർ പ്രൊഡക്ഷൻസ്. ഒരുപാട് നല്ല പടങ്ങൾ എടുത്തിട്ടുള്ളതാണ്. അവരെൻ്റെ 3 മാസങ്ങൾക്ക് മുമ്പ് എന്നുള്ള പടത്തിൻ്റെ പ്രൊജക്ഷൻ അവിടെ ആരോ കണ്ട്. അപ്പോൾ അവർക്ക് അത് ഈ ബ്രദർ സിസ്റ്റേഴ്സിൻ്റെ റിലേഷൻഷിപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് തമിഴ്നാട്ടിൽ. അപ്പോൾ അതിനെ പറ്റിയൊരു കഥയാണത്. അപ്പോൾ അതവർ കണ്ടിട്ട് അവർ റീമേക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അവർ അതിൻ്റെ റൈറ്റ്സ് ചോദിച്ചിട്ട് അവരുടെ ഡയറക്ടേഴ്സൊക്കെ ഉണ്ട് അവിടെ ഒരുപാട് ചെയ്യാനുള്ള പല പടങ്ങൾ. ഇപ്പം മണിവണ്ണൻ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് വാർത്ത ചെയ്തത്. അങ്ങനെ പലരും അവരുടെ തമിഴിലുണ്ടല്ലോ. അവർ കലഞ്ഞർ ഈ പടം കണ്ടതിന് ശേഷം കലഞ്ഞർ പറഞ്ഞു ഇതിൻ്റെ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിലൊരു വില്ലൻ റോൾ ചെയ്യുന്നുണ്ട്, ഒരു ലോറി ഡ്രൈവറൊക്കെ ആയിട്ട്. അപ്പോൾ ഇയാളാണെന്ന് ചോദിച്ചു. ഇയാളെ കൊണ്ട് നമുക്ക് ചെയ്യിച്ചാലാന്ന് ആലോചിച്ചിട്ട് എന്നെ വിളിപ്പിച്ചപ്പോൾ ഞാൻ ഈ കലഞ്ഞർ കരുണാനിധി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അവിടുത്തെ ഭീഷ്മാചാര്യനാണ് ഈ റൈറ്റിങ്ങിൽ, ഭയങ്കര റൈറ്ററാണ് അവിടെ. അപ്പം ഞാൻ ചെന്ന് പരിചയപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ അങ്ങ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫിക്സായി. പിന്നീട് ഞങ്ങളുടെ ഡിസ്കഷൻ സമയത്ത് ഞാൻ ചോദിച്ചു ഞങ്ങളോട്, ഇത് എന്നെ തന്നെ വെച്ചിട്ട് ഇത് ചെയ്യാൻ ഇവിടെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉള്ളതിൽ സാറിന് എന്താ അങ്ങനെ തോന്നിയത്? അതിൻ്റെ തിരക്കഥയുടെ കിടപ്പും മറ്റു കാര്യങ്ങളിലും വേറെ ഏതെങ്കിലും ഡയറക്ടർ ഇട്ടിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അത് പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എൻ്റെ ആദ്യത്തെ പടത്തിന് 150 days വലിയ ഹിറ്റായിരുന്നു. പിന്നെ അവിടുന്ന് ഞാൻ 4-6 പടത്തോളം ചെയ്തു. അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായതും താങ്കൾ ഏറ്റവും ശ്രദ്ധിച്ചത് മഹാനദിയാണല്ലോ, അതിൻ്റെ അനുഭവം എന്ന് പറയുന്നത്? മഹാനദി എന്ന് പറയുന്നത് എൻ്റെ ഒരു പടത്തിൻ്റെ റീറിക്കോർഡിങ് കമലഹാസൻ ഇളയരാജയെ കാണാൻ വേണ്ടി വന്നു. തമിഴ് നല്ല വശമാണോ അത് ചോദിച്ചിട്ട്? ഞാൻ തന്നെ സംസാരിക്കുന്നത്. ഞാൻ തന്നെ സംസാരിക്കുന്നത്. അതൊക്കെ എനിക്ക് കുറച്ച് ഈ ശിവാജി ഗണേശനിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ശിവാജി ഗണേശൻ്റെ പടങ്ങളിൽ നിന്ന് വന്നപ്പോൾ കെ ബാലചന്ദ്രൻ്റെ പടമൊക്കെ ഞാൻ വളരെയധികം കാണാറുള്ളതാണ്. അപ്പോൾ ഇയാളിത് കണ്ടിട്ടപ്പോൾ എന്നെ പരിചയപ്പെടുത്തി ഇളയരാജ. പോവുകയും ചെയ്തു. ഒരു ദിവസം എന്നോട് ചോദിച്ചു, നിങ്ങൾ വേറെ പടങ്ങളൊന്നും ഡയറക്റ്റ് ചെയ്യണില്ലേ? വലിയ മമ്മൂട്ടി ഒരു പടം പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഞാനൊരു കഥ പറഞ്ഞപ്പോൾ അയാൾ കേട്ടിരുന്നെല്ലാം കഴിഞ്ഞിട്ട് സലാം പറഞ്ഞ് പോന്നു. പിറ്റേ ദിവസം എനിക്ക് ഇളയരാജ സാറിൻ്റെ അടുത്തൊരു കമ്പോസിങ് ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ എന്നോട് ഇളയരാജ സാർ ചോദിച്ച് കമലിനെ കണ്ടിരുന്നാന്ന് ചോദിച്ചു. നമ്മൾ ഇന്നലെ ഞങ്ങൾ യാദൃശ്യമായിട്ട് കാണാമെന്ന് പറഞ്ഞു. കഥ പറഞ്ഞു തന്നു. അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം, നമുക്ക് തമിഴിലെടുക്കാം, നിങ്ങൾ നായകനായിട്ട് അഭിനയിക്കുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ട് പൊന്നു സാർ ചതിക്കല്ലേ, ഞാൻ മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞു. അല്ല കമലിനായിട്ട് പറഞ്ഞ എന്നോട്, അയാളുടെ പടമൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഡയറക്റ്റ് ചെയ്യണമെന്നും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല, പക്ഷേ ഈസ് എ വണ്ടർഫുൾ ആക്ടർ എന്ന് പറയുന്നത് വെറുതെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ BJP ഒരു പടത്തിൽ ഷൂട്ടിങ് നടക്കുമ്പോൾ എനിക്കൊരു ഫോൺ വരും. എന്നെ കമൽ എന്ന് പറഞ്ഞ റിസപ്ഷനിൽ ചീട്ട് കൊടുത്തയച്ചു. ഞാൻ വായിച്ചപ്പോൾ കമൽ, ഞാൻ വിചാരിച്ചത് നമ്മുടെ ഡയറക്ടർ കമലാണെന്ന് വിചാരിച്ചു. ഞാൻ ബ്രേക്കിന് വന്നിട്ട് ഞാൻ കമലിനെ വിളിച്ചു. ഈ നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്പർ ഞാനിവിടെ നിന്ന് എന്താ കമലെന്ന് ചോദിച്ചു. അപ്പോൾ പറയും ഞാൻ കമലഹാസനാണ് എന്ന് പറഞ്ഞു. പുള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ തമിഴിൽ അങ്ങോട്ട് പറഞ്ഞാൽ പുള്ളി മലയാളത്തിൽ. അപ്പോൾ എനിക്ക് വൈകുന്നേരം ഒന്ന് കാണണം നിങ്ങളെന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചപ്പോൾ എനിക്ക് കാര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം വണ്ടി അയച്ച് ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു കഥ കഥ പറഞ്ഞിട്ട് ഇങ്ങനെ മഹാനദിയിലെ കഥ ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു. നല്ല അസലാണ്, നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട്, കൊള്ളാം. അതിൽ ഈ ധനുഷ് എന്ന് പറയുന്ന കഥാപാത്രത്തിൽ ആരിടാന്ന് ചോദിച്ചു. ഞാൻ ഒട്ടും താമസിച്ചില്ലേ നാസർ എന്ന് പറഞ്ഞു. ഒട്ടും താമസിക്കാതെ ഞാൻ പറഞ്ഞു നാസർ ക്ലീനാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വേറെ ആരിടാന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് പറയാൻ എനിക്ക് പറ്റില്ല, എനിക്ക് പെട്ടെന്ന് കറക്റ്റായിട്ട് തോന്നുന്നത് ഇത്രയ്ക്കും ആയിട്ടുള്ളൊരു നാസർ ചെയ്താൽ അത് ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാനൊരാളെ ഫിക്സ് ചെയ്ത് പോയി. അത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അവർ ആരെയെന്ന് ചോദിച്ചു. രാധാരവി ആരാന്ന് ചോദിച്ചു. അല്ല കൊച്ചിൻ അനീഫാന്ന്. ശരി. ഞാൻ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ പടത്തിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സമയത്ത് ഏത് വർക്കായിരുന്നു മലയാളത്തിൽ? അല്ല തമിഴിൻ്റെ പടത്തിന് ബാസിൽ ഒരു വെണ്ണിലാന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറയാം നല്ലോണം ആലോചിച്ചിട്ടാണ് എന്നെ പറയണത് ചോദിച്ചത്. നല്ലോണം ആലോചിച്ചിട്ടാണ്. 5 ക്യാരക്ടേഴ്സ് ഇതിലുള്ളത്. അത് ഞാനിത് എഴുതും, അയാളാണ് എൻ്റെ റൈറ്റർ. എഴുതുമ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടുതന്നെ എഴുതുന്നത്. അങ്ങനെ ഞാൻ അഭിനയിച്ചു പോയി. പിന്നെ എപ്പോഴും എന്നെ കണ്ടിട്ടെങ്കിൽ അയാൾ ഏതെങ്കിലും പടത്തിലൊക്കെ വർക്ക് ചെയ്യണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ എപ്പോഴും പറയും. ഞാൻ പിന്നെ പുറത്ത് അഭിനയിക്കുന്നത് നല്ല കൺസേൺ നോക്കി അഭിനയിക്കുള്ളൂ. ഇപ്പോൾ ശങ്കറിൻ്റെ മുതൽ വല്ല ഞാൻ അഭിനയിച്ചു. ഇപ്പം മണിരത്ന സാറിനോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഉണ്ട്. പിന്നെ കെ ബാലചന്ദ്രൻ്റെ 2 പടത്തിന് ഞാൻ അഭിനയിച്ചു. എല്ലാം വളരെ നല്ല ക്യാരക്ടേഴ്സും ഒക്കെ ഉണ്ട്. കമലിൻ്റെ തന്നെ കാതല അതിനുശേഷം